ഹലോ ഹായ്, ഇന്ന് നമുക്കൊരു വിൻറ്റേജ് എസ്തെറ്റിക് സ്ക്രാപ്പ് ബുക്ക് കിറ്റിൻ്റെ അൺബോക്സ് വീഡിയോ കണ്ടുവന്നാലോ. എന്നെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി മേടിച്ച പ്രൊഡക്റ്റായിട്ടോ ഇത്. അതായത് ആമസോണിലൊക്കെ നോക്കി റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി റിവ്യൂ ഒക്കെ നോക്കി നല്ലതാണ് എന്നെനിക്ക് തോന്നിയൊരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആയില്ല കിട്ടിയപ്പോൾ. ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതും ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നതും ഒക്കെ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മേടിക്കാൻ കാരണം ഞാനിതിന് മുന്നേ ജേണലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ജേണൽ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരിതൊക്കെ വന്നു തുടങ്ങിയത് വർക്ക് പ്രഷർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് വർക്ക് കഴിഞ്ഞ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ മൈൻഡ് ഒന്ന് കൂളാവുകയും നമുക്ക് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് തോന്നിയ കാര്യം ഞാൻ കണ്ടുപിടിച്ച് ചെയ്യാനുള്ളൊരു ട്രൈ ആണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് നോക്കിയത് നോട്ട്ബുക്കാണ് പ്ലസ് ബുക്ക് കവർ. നിങ്ങൾ കാണുന്നത് നോട്ട്ബുക്കിൻ്റെ ഇതിലുള്ള ബുക്ക് കവറാണ്. ഓക്കെ, ഇതിൽ ടോട്ടൽ 256 പേജസ് ആണുള്ളത് കേട്ടോ ബുക്കിൻ്റെ അകത്ത്. പിന്നെ ഉള്ളത് 2 എൻവലപ്പാണ്. ആ 2 എൻവലപ്പും വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പൊട്ടിച്ച് നോക്കുന്നത് ഒരു കിറ്റാണ് കേട്ടോ. അതായത് ഒരു കുഞ്ഞു കിറ്റ്, വൈറ്റ് കാർഡും അതുപോലെ തന്നെ കോട്ടഡ് പേപ്പർ കാർഡ് അതുപോലെ തന്നെ പേപ്പർ ഫോട്ടോ ഫ്രെയിംസൊക്കെയുള്ള ഒരു കുഞ്ഞു കിറ്റാണ്. അതിൽ ഒരു എല്ലാം 5 വെച്ചിട്ടാണ് വരുന്നത്. അതായത് ഫോട്ടോ ഫ്രെയിം ആണെങ്കിലും വൈറ്റ് കാർഡ് ആണെങ്കിലും കോട്ടഡ് പേപ്പർ കാർഡ് ആണെങ്കിലും എല്ലാം ഒരു 5 വെച്ചാണ് വരുന്നത്. അത് ഓരോന്നും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിതിന് മുന്നേ ഇത് ചെയ്തിട്ടുള്ള ആളല്ല. പെട്ടെന്ന് ഓരോന്നും കാണുമ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആണ്. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. ബട്ടർഫ്ലൈയുടെ ഇമേജസ് ആണെങ്കിലും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഫോട്ടോ ഫ്രെയിം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ എല്ലാം മിക്സായിട്ടാണ് ഈ കിറ്റിൻ്റെ അകത്ത് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോക്കുന്നത് സ്റ്റിക്കർ ഷീറ്റ്സാണ് കേട്ടോ. സ്റ്റിക്കർ ഷീറ്റ്സിൽ ഒരു 8 സ്റ്റിക്കർ ഷീറ്റുണ്ട്. അത് ടോട്ടൽ 179 സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഞാൻ ഫസ്റ്റ് എടുത്ത് നോക്കുന്നത് ഒരു കോട്ടൊക്കെയുള്ള മോട്ടിവേഷൻ തരുന്ന രീതിക്കുള്ള ഒരു സ്റ്റിക്കേഴ്സാണ്. നമുക്കിപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ കുറേ മോട്ടിവേറ്റഡ് ഇതൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ കുറേയൊക്കെ പോസിറ്റീവ് ആകും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേയുള്ള സ്റ്റിക്കേഴ്സാണ് ഞാൻ ഈ എടുത്ത് നോക്കുന്നത്. അതിൽ ഓരോന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എടുത്ത് നോക്കുന്നത് ഒരു ഷീറ്റേ ഞാൻ നോക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നോക്കുന്നത് വാഷി ടേപ്സ് 2 ഇപ്പോൾ ഉണ്ടായിരുന്നു, അതായിരുന്നു. പിന്നെ ഉള്ളതൊരു കലണ്ടർ സ്റ്റിക്കേഴ്സാണ്. അതായത് കലണ്ടർ സ്റ്റിക്കേഴ്സിനകത്ത് 1 to 31 വരെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് 1, 2, 3 അങ്ങനെ 31 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നമുക്ക് ഓരോ പേജിൽ നമ്മളിങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്രയായി നമുക്കതൊരു ഹാപ്പിനെസ് പോലെയല്ലേ. നമ്മൾ 1 ചെയ്തു 2 ചെയ്തു അങ്ങനെ സ്റ്റിക്കേഴ്സ് നമുക്ക് അതെനിക്ക് നല്ലതായിട്ട് തോന്നി കലണ്ടർ സ്റ്റിക്കർ. അതുപോലെ തന്നെ മെമ്മോ പാഡ് ഉണ്ട് കേട്ടോ. മെമ്മോ പാഡ് 3 എണ്ണമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ മെമ്മോ പാഡാണ് എനിക്ക് ഈ 3 നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആദ്യത്തെ മെമ്മോ പാഡ്, പിന്നെ ഗുഡ് ടൈംസ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റത്തെ എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് ടോട്ടൽ 60 ആണ് വരുന്നത്. ഓരോ മെമ്മോ പാഡും 20 പേജസ് വെച്ചാണ് വരുന്നത്. പിന്നെ ഞാൻ എടുത്ത് നോക്കുന്നത് ഫോൾഡിങ് പേപ്പറാണ് കേട്ടോ. ഫോൾഡിങ് പേപ്പർ ഒരു 10 പീസസ് ആണുള്ളത്. ഓരോ പേജിലും 9 വെച്ച് ടോട്ടൽ 30 പീസസ് ആണുള്ളത്. ഞാനതിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ എന്നെപ്പോലെ നിങ്ങൾക്കും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ജേണൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്, എങ്ങനെ ചെയ്യണം എന്ത് മേടിക്കണം എന്നറിയില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. ഓൾറെഡി ജേണൽ ചെയ്യുന്നവർക്ക് ഇത് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഞാൻ ബാക്കി സ്റ്റിക്കർ ഷീറ്റിൻ്റെ ബാക്കി ഞാൻ ഫുൾ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിക്കർ ഷീറ്റ്സൊക്കെ ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമായിരുന്നു. എനിക്കതിൽ വാഷി സ്റ്റിക്കേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വാഷി സ്റ്റിക്കേഴ്സ് ഒരു 179 പീസസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്രാപ്പ് ബുക്ക് പേപ്പറാണ്. അതായത് സ്ക്രാപ്പ് ബുക്ക് പേപ്പർ 3 ടൈപ്പ് സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെ ചെറിയ സൈസാണ്. അതൊരു 10 പേജസ് അല്ലെങ്കിൽ 10 പീസായിട്ടാണ് അത് ഉള്ളത്. അത് എനിക്ക് നന്നായിട്ട് തന്നെ തോന്നി അത്രയും പീസസ് എല്ലാം തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു 5 സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സാണ്. അതെനിക്ക് കുഴപ്പമില്ല അങ്ങനെ തോന്നി. ഭയങ്കര വണ്ടർഫുൾ സൂപ്പർ അങ്ങനെയൊന്നും തോന്നിയില്ല, കുഴപ്പമില്ല അങ്ങനെ തോന്നി. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ഏറ്റവും വലിയ സൈസിലുള്ള സ്ക്രാപ്പ് ബുക്ക് പേപ്പർ കേട്ടോ. അതും ഒരു 5 പീസസ് തന്നെയാണുള്ളത്. എനിക്ക് ടോട്ടലി ഈ ഒരു കിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ക്രാപ്പ് ബുക്ക് കിറ്റ് ഇഷ്ടപ്പെട്ടു.
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് 345 റുപ്പീസ് ആണ് ആയത്. എനിക്ക് ഈ റേറ്റിന് ഇത് നന്നായിട്ട് തന്നെ തോന്നി. നിങ്ങൾക്ക് താല്പര്യമുണ്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് വീഡിയോ ദെൻ സബ്സ്ക്രൈബ് ഇറ്റ്.